ബി.ജെ.പി. നേതാവായ ബി. ഗോപാലകൃഷ്ണൻ കിടന്ന് മെഴുകുന്നതാണ് നമ്മൾ ചാനൽ ചർച്ചകളിൽ പലപ്പോഴും കാണുന്നത്. മാതൃഭൂമി ന്യൂസ് അവറിൽ വന്ന് അഭിലാഷ് മോഹനും മാധു സജീവ് നേതൃത്വം നൽകുന്ന ചർച്ചയിൽ കൃത്യമായി സന്ദീപ് വാര്യരെ തോണ്ടാൻ ശ്രമിച്ച ബി. ഗോപാലകൃഷ്ണനെ മാന്തി വലിച്ചു കീറിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ. ബി. ഗോപാലകൃഷ്ണൻ കൃത്യമായും വർഗീയത വമിപ്പിക്കുന്ന ആൾ തന്നെയാണ് എന്ന് ഏറ്റു പറഞ്ഞിരിക്കുകയാണ്. അതായത് ചാനൽ ചർച്ചയിൽ അദ്ദേഹത്തിനെതിരെ സന്ദീപ് വാര്യർ പറഞ്ഞു, കൃത്യമായും തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിയായിരിക്കെ അദ്ദേഹം നടത്തിയ പ്രചരണത്തിൽ മുസ്ലിങ്ങൾ വലിയ തോതിൽ കച്ചവടം ചെയ്യുന്നു, അത് വലിയ തോതിൽ ആശങ്കാജനകമാണ് എന്ന് ക്രിസ്ത്യൻ സമൂഹത്തോട് പറഞ്ഞു എന്നായിരുന്നു സന്ദീപ് വാര്യർ മാതൃഭൂമി ന്യൂസ് അവറിൽ അനുവദിച്ച സമയത്തിൽ പറഞ്ഞത്. ഇത് കണ്ട് വിറളി പിടിച്ച ബി. ഗോപാലകൃഷ്ണൻ പറഞ്ഞത്, എന്താണോ വാര്യരെ താൻ നന്നാവാത്തെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയായിരുന്നു. എന്നിട്ട് എടാബോടാ വെടിയും തുടങ്ങി. ഇരിക്കടോ അവിടെ, എന്താണോ എന്നെക്കുറിച്ച് കരുതിയത്, നീ അത്രയ്ക്കായോ എന്നൊക്കെ പറഞ്ഞ് സന്ദീപ് വാര്യരോട് തട്ടിക്കയറുന്ന, സമനില നഷ്ടപ്പെട്ട, സ്ഥലകാലബോധം ഒന്നുമില്ലാത്ത ഒരു ഗോപാലകൃഷ്ണനെയാണ് നമ്മൾ കണ്ടത്. സാധാരണയായി ഗോപാലകൃഷ്ണനെ എല്ലാവരും വിളിക്കുന്ന ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്നാണ്. അത് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വലിയ തോതിലുള്ള കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നെല്ലാവരും പറയാറുമുണ്ട്. ആ കയ്യിലിരിപ്പ് ഇന്നലെയും കൃത്യമായി അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ് സത്യം. സന്ദീപ് വാര്യരെ തോണ്ടാൻ ശ്രമിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടുള്ള റിജിൽ മാങ്കുറ്റി കണക്കിന് കൊടുത്തു എന്ന് മാത്രമല്ല, പി. ഗോപാലകൃഷ്ണനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാൻ താല്പര്യമില്ലെങ്കിലും അദ്ദേഹം സന്ദീപ് വാര്യരെ കുറിച്ച് മോശമായി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സന്ദീപ് വാര്യരെ എന്തുകൊണ്ട് വിശ്വസിച്ച് ഉത്തരവാദിത്വത്തോടെ ഏൽപ്പിച്ചു എന്ന ചോദ്യം മറുപടി പറയൂ ഗോപാലകൃഷ്ണ എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞതോടുകൂടി ആകെ നാണം കെട്ട് നാറിയ പരുവമായിരുന്നു. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും ബി.ജെ.പി. 4590 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ പിറകിലായിരുന്നു, കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ പിറകിലായിരുന്നു. വാസ്തവത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ തകർച്ചയാണിത്. എല്ലാ ഘട്ടങ്ങളിലും ഏറ്റവും കുറഞ്ഞത് മുനിസിപ്പാലിറ്റിയിലെങ്കിലും ലീഡ് പിടിക്കുന്ന ബി.ജെ.പി. ഇത്തവണ മുനിസിപ്പാലിറ്റിയിൽ ലീഡ് പിടിക്കാൻ കഴിയാത്തത് വലിയ തിരിച്ചടിയായി തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത്. വിരായിരിയിലും മാത്തൂരിലും കണ്ണാടിയിലും എണ്ണിക്കഴിഞ്ഞപ്പോൾ ബി.ജെ.പി. തകർന്നടിഞ്ഞ് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കണ്ടത്. കെ. സുരേന്ദ്രൻ ബി.ജെ.പിയെ നയിക്കുന്നിടത്തോളം കാലം കേരളത്തിൽ ബി.ജെ.പി. രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നും കെ. സുരേന്ദ്രൻ തന്നെ നേതാവായി തുടരണം എന്നതാണ് തൻ്റെ ആഗ്രഹമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞപ്പോൾ നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്ന. വലിയ കരഘോഷങ്ങളോടെയാണ് സന്ദീപ് വാര്യർ ഈ ഡയലോഗ് പറഞ്ഞപ്പോൾ സ്വീകരിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം സ്നേഹത്തിൻ്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ ബി.ജെ.പിക്കാർ പലരും പുച്ഛഭാവത്തോടെ തള്ളുകയായിരുന്നു. മാത്രമല്ല, കെ. സുരേന്ദ്രൻ ബഹിരാകാശ നേതാവാണ് എന്നും കെ. സുരേന്ദ്രൻ തന്നെക്കുറിച്ച് പ്രാദേശിക നേതാവ് മാത്രമാണ് സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞതിൽ അഭിമാനമുണ്ട്, താഴെത്തട്ടിൽ സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് താൻ എന്ന് പറഞ്ഞതിൽ വലിയ രീതിയിൽ അഭിമാനമുണ്ട് എന്നും കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഒരുപാട് ബലിദാനികളെ ചതിച്ച നേതാവാണ് എന്ന് പറയാൻ കൃത്യമായി കണക്കുകളുണ്ട് എന്നും സന്ദീപ് വാര്യർ തുറന്നടിച്ചിരിക്കുകയാണ്. ബി.ജെ.പിയിൽ കൂട്ടുകച്ചവടമാണ് എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞതോടുകൂടി നിലയ്ക്കാത്ത പ്രവാഹമാണ് കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത്.